മഹാത്മാഗാന്ധിയെ തമസ്കരിക്കാനുള്ള ശ്രമങ്ങളാണ് ഫാസിസ്റ്റ് ഭരണകൂടം നടപ്പാക്കുന്നതെന്ന് പ്രഭാഷകനും ചിന്തകനുമായ ഡോക്ടർ അനിൽ ചേലേമ്പ്ര പറഞ്ഞു. എറഞ്ഞിക്കൽ ബോയ്സ് അമ്പലപ്പടി സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി ജീവിതവും രക്തസാക്ഷിത്വവും എന്ന സെമിനാറിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെയും അദ്ദേഹത്തിന്റെ നാമധേയത്തെയും തമസ്കരിക്കാനുള്ള ശ്രമമാണ് ഫാസിസ്റ്റ് ഭരണകൂടം നടപ്പാക്കുന്നതെന്ന് ഡോക്ടർ അനിൽ ചേലേമ്പ്ര പറഞ്ഞു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നിലപാടുമായാണ് ഫാസിസ്റ്റുകൾ മുന്നോട്ടു പോകുന്നത്. ഗാന്ധിജിയുടെ പേര് പോലും ചരിത്രത്തിൽ നിന്നും മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂളിൽ മാതൃഭാഷാ പ്രഭാഷണം നടത്തുമ്പോഴും ഈ പറയുന്ന പുത്തൻ ഹോസ്പിറ്റലുകളുടെ പരസ്യം കാണുമ്പോഴും എന്റെ ഉള്ളിൽ ഗാന്ധി ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഗാന്ധി മരിച്ചുപോയ ഒരാളുടെ പേരല്ല, നമ്മുടെ ജീവിതത്തെ നിരന്തരം തിരുത്തുന്ന ഒരു തിരുത്തൽ ശക്തിയുടെ പേരാണ് ഗാന്ധി എന്ന് പറയുന്നത്. കാരണം നാം ഇപ്പോഴും ബ്രിട്ടീഷുകാർ പോയി ഇത്ര പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ യൂറോപ്യൻ മുതലാളിത്തത്തിന്റെ താല്പര്യങ്ങൾ എടുത്തു മാറ്റപ്പെട്ടിട്ടില്ല. നമ്മൾ ഇപ്പോഴും അടിമകളായിട്ടാണ് ജീവിക്കുന്നത് എന്ന് ഗാന്ധി പറഞ്ഞു. ഇനി വോയ്സ് അമ്പലപ്പടി സംഘടിപ്പിച്ച 6ാമത് പുത്തനായിൽ ഷാജി സ്മാരക സെമിനാറിൽ മഹാത്മാഗാന്ധി ജീവിതവും രക്തസാക്ഷിത്വവും എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുകയായിരുന്നു അനിൽ ചേലേമ്പ്ര. വിദ്യാർത്ഥികളായ അദ്വൈക TK, ഋതു S ഷിബി, ഇനയ BN എന്നിവർ ഉപപ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഹരിത മുരളി പുത്തനായിൽ ഷാജി അനുസ്മരണ പ്രഭാഷണം നടത്തി. കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മനോജ്, പുഷ്പ P, സഹദേവൻ മക്കട, മുരളീധരൻ പൂളാടിക്കുന്ന്, സന്തോഷ്, K ഷിനോജ് രാജ്, M ശ്രീകുമാർ, ദിനേശൻ കണ്ടംകുളങ്ങര എന്നിവർ സംസാരിച്ചു. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ വേണു അമ്പലപ്പടി മോഡറേറ്ററായി. ശബരീശൻ ചാത്തനാരി സ്വാഗതവും അനുജിത് P നന്ദിയും പറഞ്ഞു. ACV ന്യൂസ്, കോഴിക്കോട്.